ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പിച്ചതോടെ വടകരയിലെ ആവേശം അടിച്ചു കയറുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഒഞ്ചിയത്താണ്. ആർഎംപിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ രമയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കെ രമയുടെ തന്നെ പ്രതികരണത്തിലേക്ക് വടകര വിധി എഴുതി കഴിഞ്ഞു. ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത് കെ ശൈലജയ്ക്കെതിരെയുള്ള വിധി എഴുത്താണോ അതോ LDFനെതിരെയുള്ള വിധി എഴുത്താണോ? ഇത് കേരളത്തിലെ ജനവിരുദ്ധമായ സർക്കാരിനെതിരെയും കേന്ദ്രത്തിലെ മോഡി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ്. ഈ കേരളത്തിലുണ്ടായിരുന്ന ഈ തെരഞ്ഞെടുപ്പ് വിധി എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ അങ്ങേയറ്റത്തെ ജനദ്രോഹകരമായ നടപടികൾക്കെതിരെയുള്ള കേരളം ഒന്നാകെ വിധി എഴുതിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഗവൺമെന്റ് രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെച്ച് ഈ ഗവൺമെന്റ് രാജിവെക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടത്. അത്രമാത്രം ജനവികാരമാണ് ജനങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നത്. കേരളത്തെ പൊതു സാഹചര്യം നോക്കുകയാണെങ്കിൽ LDFനൊപ്പം തന്നെ NDA ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അത് ഈ സർക്കാരിനുള്ള മറുപടിയാണെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും സർക്കാരിനുള്ള എല്ലാ സ്ഥലത്തും NDA താഴോട്ട് പോയ സമയത്ത് കേരളത്തിൽ 2 വോട്ട് സീറ്റ് NDAക്ക് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതൊക്കെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ്. സർക്കാരിനെതിരെ ജനങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാതാവുന്നു എന്നതിന്റെ സൂചനയാണിത്. അവർ തിരിച്ചറിയണം, അവർ മാറ്റം വരുത്താൻ തയ്യാറാവണം. കെ ശൈലജയുമായി ഒരു ആത്മബന്ധമുണ്ട്, സുഹൃത്തുക്കളാണ്. അപ്പോ കെ ശൈലജയോട് എന്താണ് പറയാനുള്ളത്? അല്ല, ടീച്ചർക്ക് സ്വാഭാവികമായിട്ടും ജയവും ഏതെങ്കിലും ഒരാൾ തോൽക്കും, ഒരാൾ ജയിക്കും. ടീച്ചർക്ക് അന്നേ ഞങ്ങൾ പറഞ്ഞത് വടകരയിൽ വരരുത്. വടകര TPയുടെ മണ്ണാണ്. TPയുടെ ഉണങ്ങാത്ത മുറിവ്, അതിൽ നിന്നുള്ള ചോര പകർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ മണ്ണ് എന്ന് പറയുന്നത് ഒരാൾക്കും കൊലയാളികൾക്ക് ഇവിടെ സ്ഥാനമുണ്ടാവില്ല, അതിന്റെ പാർട്ടിക്കാർക്ക്. ടീച്ചറോട് അന്നേ ഞങ്ങൾ പറഞ്ഞു വടകരയ്ക്ക് വരരുത് എന്നുള്ളത്. ടീച്ചർ ഇനിയും സമാധാനത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. സന്തോഷത്തോടെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. സന്തോഷത്തോടെ ടീച്ചറെ യാത്രയൊക്കെയാണ്. തീർച്ചയായിട്ടും സന്തോഷത്തോടെ യാത്രയൊക്കെയാണ്. അതാണ് ആർഎംപിയുടെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ ഒഞ്ചിയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തീപാറും പോരാട്ടത്തിനൊടുവിൽ ഷാഫി തീ പാറിച്ചിരിക്കുകയാണ് വടകരയിൽ. ഇതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ഇപ്പോഴും വടകരയിൽ വിവിധയിടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.